പ്രകാശവും അന്ധകാരവും ഏറ്റുമുട്ടിയ ആ മഹാവിപത്തിനു ശേഷം ലോകം തകർന്നു കിടന്നു. പ്രതീക്ഷയുടെ അവസാന കണികയും മാഞ്ഞുപോയ നിമിഷങ്ങൾ. ഭൂമി മരണത്തിന്റെ നിഴലിൽ ശ്വാസമക്കി നിന്നു. അപ്പോഴാണ് അവൾ ഉണർന്നത്. ലക്ഷ്മി, ആ പരിപൂർണയായ പെൺകുട്ടി. സ്നേഹത്തിന്റെയും വേദനയുടെയും ത്യാഗത്തിന്റെയും ജന്മങ്ങളിൽ നിന്ന് ജനിച്ച ആത്മജ്വാലയായി അവൾ രൂപാന്തരപ്പെട്ടു. തകർന്നുകൊണ്ടിരുന്ന ലോകത്തിൽ ദൈവം പുനരുത്ഥാനം ചെയ്ത തിന്മയുടെ നേതാവിനോട് പോരാടുമ്പോൾ ലക്ഷ്മി തന്റെ ചിതറിയ ഭൂതകാലത്തിലെ ഓരോ നിമിഷവും ഓർത്തെടുത്തു. അവൾ മരണത്തെ അതിജീവിച്ച് ഉയർന്നു. തന്റെ പുതിയ ശക്തിയാൽ അവൾ മുറിവേറ്റ ദൈവത്തെ സുഖപ്പെടുത്തി. അവരുടെ ഊർജങ്ങൾ ഒന്നായി ലയിച്ചു, തടയാനാവാത്ത ഒരു ശക്തിയായി മാറി. ആത്മജ്വാലയുടെ ദിവ്യമായ പ്രഹരത്താൽ തിന്മയുടെ സൈന്യം നശിച്ചു. നാശം കൊണ്ടല്ല, പുനരുത്ഥാനം കൊണ്ടാണ് സമാധാനം തിരിച്ചെത്തിയത്. ദൈവവും ലക്ഷ്മിയും ദിവ്യതുല്യരായി വാണു. പുനർജനിച്ച പ്രപഞ്ചത്തിന്റെ കാവൽക്കാരായി അവർ നിത്യസ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു.